ഞങ്ങൾ ഇതാ തുടങ്ങട്ടെ. നമ്മുടെ മാർക്ക് പ്രസിഡന്റിനെ കൊണ്ട് തോറ്റു. ഒരു തരത്തിൽ അവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. കുറച്ചുനാൾ സൺഡേ സ്കൂൾ കലോത്സവമായിരുന്നു. അത് കഴിഞ്ഞ് അത്തപ്പൂ, ഷോർട്ട് ഫിലിം, ക്രിക്കറ്റ്. ഇപ്പോൾ മാർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിക്ക് എന്തോ സ്കിറ്റ് ഉണ്ടാക്കണം പോലും. ദാമ്പത്യ ജീവിതം തന്നെ താറുമാറിലാണ്. അതെ, വളരെ ശരിയാണ് മിസ്റ്റർ അമ്മൻചോട്ടി. എനിക്കിതും ഈയിടെ അവൻ ഒരു പണി തന്നു. സകല പരിപാടിക്കും സ്പോൺസർമാരെ കണ്ടുപിടിച്ചു കൊടുക്കുന്നതും പോരാ, എന്റെ ഡിഫൻഡറിന്റെ ഇൻഷുറൻസ് കാണുമ്പോൾ എന്റെ ഡിഫൻഡർ വന്നപ്പോൾ എനിക്ക് തന്ന പണി ഞാൻ ഒരിക്കലും മറക്കില്ല. ഹായ്, പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ? മിസ്റ്റർ ഡേഞ്ചറസ്, താങ്കൾ എന്ത് പറയുന്നു? തീർച്ചയായും മിസ്റ്റർ മാർക്കോസ് ദേവ്. എന്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങത്തില്ല. ഫുൾ ടൈം എന്തേലും പറഞ്ഞ അവിടെയാണ്. വെറൈറ്റി വേണം, അത്ര വെറൈറ്റി. ഞാൻ ഈ വെറൈറ്റി എവിടെ ചെന്നുണ്ടാക്കാനാണ്? അമ്പാൻ പറഞ്ഞതുപോലെ ദാമ്പത്യം തന്നെ അവതാളത്തിലായ മട്ടം. ഇവനെ ഒതുക്കാൻ എന്താണൊരു മാർഗം? നമുക്കൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അവനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കിയാലോ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മാർക്കിൽ മൊത്തം അവന് കട്ട സപ്പോർട്ടാണ്. പിന്നെ എന്താ ഒരു പോംവഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരു കൊട്ടേഷൻ കൊടുക്കുക. അതിനെ പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ചെവി അറിയാതെ അവൻ പണി നടത്തും. അടിപൊളി ഐഡിയ മിസ്റ്റർ അമ്പാൻ. അയാൾ ഇപ്പൊ തന്നെ വിളിക്കും. ഉറപ്പായി. ഹലോ മിസ്റ്റർ പവനായി, സുഖമാണോ? അമ്പാൻ ഹിയർ. ഹലോ മിസ്റ്റർ അമ്പാൻ, കുറച്ച് നാളുകളായല്ലോ കണ്ടിട്ട്. എന്താണ്, എനിക്ക് കൊട്ടേഷൻ വല്ലതും തരാനാണോ വിളിച്ചത്? അതെ മിസ്റ്റർ പവനായി, ഒരു അർജന്റ് വർക്കുണ്ട്. ഇവിടെ നാട്ടുകാർക്ക് മൊത്തം പൊതു ശല്യമായിട്ട് നടക്കുന്ന ഒരുത്തിനെ ഒന്ന് ഒതുക്കാനുണ്ട്. ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ തന്നെ അഡ്രസ് അയക്കാം. ഉറപ്പായും ഞാനിതാ വിടുന്നു. അവൻ വരുന്നുണ്ട്, എന്റെ പവനായി. അവന്റെ പേര് കേട്ടാൽ ബോംബെയിലെ അധോലോകം വരെ ഞെട്ടിവിറയ്ക്കും. അങ്ങനെ മാർക്ക് പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് പൊളിച്ചു. ഇവനെയാണോ തട്ടേണ്ടത്? അയ്യോ, ഇതല്ല. നേരത്തെ പറയണ്ടേ അമ്പാനെ? ഇപ്പൊ ഞാൻ ഇവനെ തട്ടിയനെ. എന്തായാലും കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കണം. ഈ 20-ന് ഞാൻ ടൈൽഹസ്റ്റിൽ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുവിനെ കാണിച്ചു തരുക. അവന്റെ സ്ഥിരം താവളങ്ങൾ ഞങ്ങൾക്കറിയാം. സോ ഡോണ്ട് വറി. എങ്ങനെയാണ് തട്ടേണ്ടത്? ഐ ഹാവ് ഓൾ സോർട്സ് ഓഫ് ലീതൽ വെപ്പൺസ്. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ. ലുക്ക് ഹിയർ, മലപ്പുറം കത്തി, അമ്പും വില്ലും, ടൈം ബോംബ്. ടെൽ മീ, എന്താണ് യൂസ് ചെയ്യേണ്ടത്? അതോ ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിച്ച പേജർ ബോംബായാലോ? ഏയ്, അതൊന്നും വേസ്റ്റ് ആക്കണ്ട. അവന് വല്ല പാറ്റാഗുളികയും മതി. അയ്യോ, തട്ടണ്ട. അതൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. അവൻ നന്നായിക്കോളും. ചെറിയ പരിപാടിയൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. ഓൺലി തട്ടൽ. ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. ആ, എന്നാ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും പൂട്ടിയിട്, അത് മതി. ഈ ചീള് കേസിനാണോ എന്നെ വിളിച്ചത്? ഇതിന് എന്റെ അപ്രന്റീസുകൾ ആരെങ്കിലും വിട്ടാൽ മതിയായിരുന്നല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു കയ്യോ കാലോ എങ്കിലും ഞാൻ ഒടിച്ചോട്ടെ, പ്ലീസ്. അയ്യോ, അത്രയും വേണ്ട. എന്നാ ശരി, ഞാനിവിടെ വരെ വന്നതല്ലേ. അപ്പോൾ നമുക്കിനി ഓപ്പറേഷൻ കഴിഞ്ഞ് കാണാം. ആ പ്രസിഡന്റ് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ വരും. ഈസ് റെഗുലർലി ഇറഗുലർ. എന്തായാലും ഞാൻ ഓണത്തിന്റെ കണക്ക് അവതരിപ്പിക്കാം. പ്രസിഡന്റ് വരുമ്പോ വരട്ടെ. ഞങ്ങളുടെ കണ്ണിലുണ്ണിയായ പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് ഒരു കണക്ക് ഇവിടെ ആരും അവതരിപ്പിക്കണ്ട. അതെ, എന്റെ കള്ളക്കണക്ക് വിളിക്കാൻ പ്രസിഡന്റ് തന്നെ വേണം. എന്നാ പിന്നെ പ്രസിഡന്റിനെ വിളിച്ചു നോക്കൂ. This
person's phone is switched off. Please try later or send a text. നമ്പർ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്നാ ഞാൻ ഫസ്റ്റ് ലേഡിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, പ്രസിഡന്റ് ഇല്ലേ അവിടെ? Why are you calling me? Isn't he with you guys all the time? അയ്യോ അല്ല, സമിതി മീറ്റിംഗിന് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല. I don't know his whereabouts. You can check with that Medley team. Might be with them. If you find him, let me know as well. ഷുവർ, താങ്ക്സ്. പ്രസിഡന്റ് വീട്ടിലുമില്ല, മെഡ്ലി ടീമിന്റെ കൂടെ കാണുന്നു പറയുന്നു. ഏയ്, അതെങ്ങനെ ശരിയാവും? ഞാനും മെഡലിലുള്ളതല്ലേ. അത് ശരിയാണല്ലോ. അയ്യോ, നമ്മുടെ പ്രസിഡന്റിനെ അവരെ തട്ടിക്കൊണ്ടുപോയി. മാർക്ക് ഫാമിലി ഗ്രൂപ്പ് നോക്കിയേ. ഇത്ര ദാരിദ്ര്യം പിടിച്ചവൻ ആരാണ്? പ്രസിഡന്റിനെ കൊണ്ടുപോയവൻ ഏതായാലും ജീവിതം അടുത്ത ഏതൊരുത്തരാ. അയ്യോ, അങ്ങനെ പറയരുതേ. എന്ത് വില കൊടുത്തിട്ടും നമുക്ക് നമ്മുടെ പ്രസിഡന്റിനെ രക്ഷിക്കണം. അതെ, നമുക്ക് ഉടനെ തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. നോനോ, പോലീസിനെ വിളിക്കണ്ട. പിന്നെന്താ ചെയ്യാ? പോലീസ് വേണമെങ്കിൽ എന്നാ CBI വരട്ടെ. CBI അല്ലെങ്കിൽ CBI ഒന്ന് പെട്ടെന്ന് വിളിക്കൂ. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സർ, ഞങ്ങളുടെ പ്രസിഡന്റിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പ്രസിഡന്റിനെ കണ്ടുപിടിക്കണം. ആട്ടെ, ആരാണ് അവസാനമായി പ്രസിഡന്റിനെ കണ്ടത്? ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സാർ. പ്രസിഡന്റിന്റെ വീട്ടിലായിരുന്നു സമിതി മീറ്റിംഗ്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി? ഇതും സമിതി മീറ്റിംഗ്. എല്ലാ ദിവസവും സമിതി മീറ്റിംഗോ? നിനക്കൊന്നും വേറെ പണിയില്ലടേ. അത് സാർ, ശരി ശരി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്നെ ഒഴിച്ച് എല്ലാവരും എനിക്ക് സംശയമുണ്ട് സാർ. നിന്നെ കണ്ടാലേ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. ലുക്ക് മാത്രമേ ഉള്ളൂ സർ, മനസ്സ് ശരിക്കും ശിക്ഷിക്കേണ്ടതാ. പ്രസിഡന്റിനോട് ഏറ്റവും വൈരാഗ്യമുള്ളവർ ആരൊക്കെയാണ്? അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ഓരോരോ രീതിയിൽ പ്രസിഡന്റ് പണി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അമ്പാൻ ജോർജ് ആകാനാണ് സാധ്യത. അവന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. നിനക്കെന്താടാ ഒരു പരുങ്ങൽ? നിനക്ക് പ്രസിഡന്റിന്റെ തിരോധാനത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അയ്യോ ഇല്ല സാർ. പിന്നെ ആരാ? മാർക്കോ സുദേവ്, പ്രസിഡന്റിന്റെ ലേറ്റസ്റ്റ് വിക്ടിം മാർക്കോ ആണ്. സത്യം പറയടാ. അയ്യോ അയ്യോ അയ്യോ, നീയല്ലേ ഇതിന് പിന്നിൽ? സത്യമായി ഞാൻ സാർ, അവന്മാരായിരിക്കും, എനിക്കൊന്നും അറിയില്ല. പിന്നെ അമ്മാരവിടെ കാണും. വേറെ ഒന്നും നോക്കണ്ട, നേരെ കെന്നറ്റി വാലി ക്ലബിലേക്ക് വിട്ടോ, അവിടെ കാണും ഉറപ്പാ. എന്നാ നീ കൂടെ പോരും. എന്തായാലും നിങ്ങൾ പ്രസിഡന്റിന്റെ തൂക്കത്തിലും വലിപ്പത്തിലും 2 ഡമ്മികൾ ഉണ്ടാക്കിക്കോ. ഡമ്മിയോ? ആവശ്യം വന്നാലോ. ഇതിലാരാണ് മാർക്കോ സുദേവ്? ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു സാർ. ഇന്നലെ നീ പിന്നെ എവിടായിരുന്നു? ഇന്നലെ ഞാൻ എന്റെ പുതിയ ഡിഫൻഡറുമായി UK ഹ്യൂമൻ ലൈഫിന്റെ ഒരു പരിപാടിക്ക് പോവുകയായിരുന്നു. അതില്ലേ കുമാർ സാർ വരുന്നുണ്ട്. സാർ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ട്യൂട്ടേഴ്സ് പാർട്ടി സ്പോൺസർ ചെയ്യുന്ന 1 hour പിയാനോ ക്ലാസ് ഫ്രീ. ഇതിന്റെ ഇടയിലും പരസ്യമോ? ഇങ്ങോട്ട് മാറിക്കടാ. ആരാടാ അമ്പാൻ ജോർജി? നിന്നെ കണ്ടാൽ തന്നെ ഒരു കിട്ടാമ്പറ പോലെ ഉണ്ടല്ലോടാ. പറടാ, നീയല്ലേ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയത്? അയ്യോ, ഞാനല്ല സാർ. പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സാർ. പുള്ളി മാർക്ക് പ്രസിഡന്റായി നിൽക്കേണ്ട ആളല്ല, UK പ്രസിഡന്റ് വരെ ആകാൻ യോഗ്യതയുള്ള ആളാണ്. സാർ പിന്നെ പ്രസിഡന്റിനെ ഒന്നും അന്വേഷിക്കാൻ പോകണ്ടെന്നേ. തട്ടിക്കൊണ്ടുപോയവർ തന്നെ പൊറുതുമുട്ടി തിരിച്ചെത്തിച്ചോളൂ. ഇപ്പോൾ ഞാൻ പോകുന്നു. പ്രസിഡന്റിന്റെ തിരോധാനത്തിൽ നിങ്ങൾക്ക് ആർക്കേലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരു വരവ് കൂടെ വരേണ്ടി വരും. ഞാൻ ഡമ്മിയുടെ കാര്യം എന്തായെന്ന് നോക്കട്ടെ. അമ്പാനെ, ഇത് പ്രശ്നമാവുമോ? നിങ്ങൾ ഏർപ്പെടുത്തിയ പവനാട് വർക്ക് ക്ലീൻ അല്ലേ? ആ മണ്ടം പട്ടൊരു പേന മറന്നു വെച്ചെന്ന് തോന്നുന്നു. ഞാൻ എത്രയോ വർക്കുകൾ പവനായി വെച്ച് ചെയ്തിരിക്കുന്നു.
ഹീസ് ഡെഡ്ലി ഡേഞ്ചറസ്. വീഡിയോ കണ്ടില്ലേ? പ്രസിഡന്റ് ഇനി കുറച്ചു നാളത്തേക്ക് പുറം ലോകം കാണില്ല. ഹോ, എന്തൊരു സമാധാനം. ഇനി വേണം സമാധാനമായിട്ട് എന്റെ ദാമ്പത്യ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. നിനക്കൊക്കെ സമാധാനം തരാവിടാ ഞാനിവിടെ വെച്ചിട്ട് പോയി പേന വെറും പേനയല്ല, ദിസ് ഈസ് എ വോയിസ് റെക്കോർഡർ. വെട്ടിത്തുറന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ അമ്പാനായി? പറയടാ, എവിടെടാ പവനായി? ക്ഷമിക്കണം സാർ, ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ഞാൻ പവനായി ഇപ്പൊ തന്നെ വിളിച്ചു വരുത്താം സാർ. പെട്ടെന്ന് വിളിച്ചോണ്ട് പോടാ. പറയടാ, എവിടെയാടാ പ്രസിഡന്റ്? സാർ, ഞാൻ എല്ലാം പറയാം. ഞാനിവിടെ പോയെന്നുള്ളത് സത്യമാണ്. നീ അതും ഇതും പറയാതെ സംഭവിച്ചെന്താന്ന് പറയടാ. മാർക്കോയുടെ ഡിഫൻഡറിന്റെ അത്രയും ഇല്ലെങ്കിലും ഞാൻ എന്റെ ഡിസ്കവറിയിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ ചെന്നു. എന്റെ സകല ആയുധങ്ങളുമായി ഞാൻ പതുങ്ങി പതുങ്ങി പ്രസിഡന്റിന്റെ വീടിന്റെ ജനാലയിലൂടെ എത്തി നോക്കി. സത്യമായും ഞാൻ ഞെട്ടി സാർ. പതിവ് പോലെ വീട്ടുകാര്യങ്ങൾ നോക്കാതെ സമിതി യോഗം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയ പ്രസിഡന്റിനെ തടഞ്ഞു നിർത്തിയ ഫസ്റ്റ് ലേഡിയെ വെല്ലുവിളിച്ച് മുന്നോട്ടേക്ക് കുതിച്ച പ്രസിഡന്റ്. പിന്നെ പ്രസിഡന്റ് നിലം തൊടാതെ പറക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം പ്രസിഡന്റ് കൈകൊണ്ട് പാമ്പ് പോലെ എന്തോ ആക്ഷൻ കാണിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അമ്മേ, പിന്നൊരു പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ അവിടെ എന്താണ് നടന്നെന്ന് എനിക്ക് അറിയില്ല സാർ. പവനായി എന്ന പേരേ ഉള്ളൂ സാർ. ഞാൻ പാവം PV നാരായണനാണ് സാർ. ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് വൈറ്റ് ഹൗസിൽ പോയി വേഗം പ്രസിഡന്റിനെ രക്ഷപ്പെടുത്താം. ഇതാ നിങ്ങളുടെ പ്രസിഡന്റ്. പിന്നെ യവനെ തട്ടിക്കൊണ്ടു പോയതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. കുടുംബം മറന്ന് സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കും. സാറ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ സാറിന് നമ്മുടെ മാർക്കറ്റിൽ അടുത്ത വിഷ്ടർ പരിപാടിക്ക് ഒരു കപ്പിൾ ഡാൻസ് കളിക്കാൻ പറ്റുമോ?